സേതുവേട്ടൻ ഇവിടെ താമസിച്ചിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വന്നു കയറിയ സേതുവേട്ടനെ ആൻഡ്രൂസിന്റെ അമ്മച്ചി സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത്. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം, നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നിർത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടിയെ പോലെ എനിക്ക് വായിക്കണോടാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായം കൊണ്ട് വന്നിരിക്കുന്നു. ഏത് നിമിഷവും അവന്മാരും നമ്മളെ വിളിച്ച് അടിപൊളി. ഇനി അങ്ങോട്ട് പേടിച്ചോളാൻ ഞാനില്ല. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാണ്. എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. അമ്മച്ചിയെ ഏൽപ്പിക്കാതെ സേതു അത് എവിടെയോ മറച്ചു വെച്ചിരിക്കുക. അതിപ്പോ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അമ്മച്ചി ഞങ്ങളെ സഹായിക്കണം. എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനയ്ക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല, ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ്. ആരാ മായ പിടിച്ചോണ്ട് പോയത്? ഒരു ജോൺ ഹോനായി. I am Honai, John Honai. നീ ആ പെട്ടി തിരിച്ചു തരാതെ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല.